അതെ, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു താഴെ തട്ടിൽ പതിച്ച ഒരു വലിയ പാറക്കഷ്ണത്തിന് അടിയിൽ ഒരു കാല് ദൃശ്യമായിരുന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചതാണ്. രണ്ട് കാലുകൾ ദൃശ്യമാണ്. അരയ്ക്ക് താഴ്വശമുള്ള ഭാഗം മറ്റൊരു കോണിൽ നിന്നാൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ ആ കാണുന്ന പാറയുടെ അടിയിൽ ഒരാൾ അകപ്പെട്ടിട്ടുണ്ട്. ആളുടെ ശരീരം ഒരുപക്ഷെ ചതഞ്ഞ് അരഞ്ഞു തന്നെ ആയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫോട്ടോഗ്രാഫർ ജയകൃഷ്ണന്റെ ക്യാമറയിൽ വ്യക്തത വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് കാണുന്നത്? രണ്ട് കാല് അരയ്ക്ക് താഴെയായിട്ട് കാല് വ്യക്തമായിട്ട് കാണാൻ പറ്റും. വലിയൊരു പാറയാണ്. ആ പാറക്കടിയിൽ ഇരിക്കുന്നത് കാണാൻ പറ്റും. സ്റ്റിൽ ക്യാമറയിൽ കുറച്ചുകൂടി വ്യക്തതയുടെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലേ? നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ദൃശ്യങ്ങൾ. രണ്ട് കാല് പുറത്തേക്ക് വലിയ പാറയ്ക്ക് വെളിയിലേക്ക് രണ്ട് കാലിരിക്കുന്നു. അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അവശേഷിക്കുന്ന ഭാഗം അവിടെ തന്നെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കും. ശരി, അപ്പം അപകടത്തിൽപ്പെട്ട ഒരാളുടെ ശരീരഭാഗങ്ങൾ ആ പാറയുടെ അടിയിൽ ഉണ്ട്. മറ്റൊരാൾ എവിടെയാണ് എന്നുള്ളതാണ് സംശയം ബാക്കിയുള്ളത്. അത് തീർച്ചയായും ഈ ഇപ്പോൾ കാണുന്ന ശരീരഭാഗങ്ങൾ എന്നുള്ളത് സഹായിയായി പ്രവർത്തിച്ച ഒഡീഷ സ്വദേശിയുടെയാണ് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. മറ്റൊരാൾ ഈ തകർന്നു കിടക്കുന്ന ബുൾഡോസറിന് അടിയിൽ ഉണ്ട് എന്ന് തന്നെ കരുതുന്നു. രണ്ടുപേരും ഏറെക്കാലമായി ഇവിടെ ജോലി ചെയ്തു വരികയായിരുന്നു. ഉച്ചഭക്ഷണത്തിനായി പിരിയുന്നതിന് തൊട്ട് മുൻപായി വലിയൊരു സ്ഫോടനം നടത്തി. അങ്ങനെ ഉച്ചഭക്ഷണത്തിന് ശേഷം ചെറിയ വിശ്രമം കൂടി കഴിഞ്ഞ് ഇരുവരും യന്ത്രസഹായത്തോടുകൂടി പൊട്ടിച്ചിട്ട പാറയുടെ ഭാഗങ്ങൾ നീക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് മുകളിൽ നിന്നും വലിയ പാറയുടെ ഒരു ഭാഗം അടർന്ന് ഇരുവരും ഉണ്ടായിരുന്ന വാഹനത്തിന് മുകളിലേക്ക് പതിച്ചത്. ഏറെക്കുറെ 2:45 സമയത്താണ് ഈ അപകടം നടന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്.